ഹായ് നമസ്കാരം. അപ്പം മുളക് കൃഷിയിലേക്ക് നമ്മൾ ചെയ്തു വെച്ച മുളക്, അതായത് സിറാ മുളകാണ്. നമ്മൾ ചെയ്തു വെച്ച മുളക് നാല് അതായത് 4 മുളക് ചെടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് മണ്ണ് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാനന്ന് വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ മണ്ണ് ട്രീറ്റ് ചെയ്യാണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വെച്ചാൽ ഓൾറെഡി മണ്ണിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറവാകും. അപ്പോൾ നമുക്ക് കാൽസ്യം അഡീഷണൽ കൊടുക്കണം വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞു മുട്ടത്തണ്ട് പൊടിച്ച് ചേർത്തിട്ടാണ് ഞാൻ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി എല്ലാം കൂടിയിട്ടാണ് ഞാൻ പാക്കിയിട്ടുള്ള ചകിരിച്ചോറ്, കമ്പോസ്റ്റ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് ചെടി വളരും തോറും ചെടികൾക്ക് മുട്ട് വരൽ തുടങ്ങി. ഇതപ്പോൾ 4-5 ദിവസത്തെ മാറ്റം കണ്ടില്ലേ നിങ്ങൾ വളർച്ച. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കാര്യം. അപ്പോൾ ഇതിനെ ചെറുതായിട്ട് കണ്ട അടിയിലേക്ക് മുട്ടുകൾ വന്ന് തുടങ്ങി. പിന്നെ ചെറുതായിട്ട് ഒരു മിനിഞ്ഞാന്ന് ഞാൻ നോക്കുമ്പോൾ ചെറിയൊരു കൂമ്പിലിങ്ങനെ ചെറിയൊരു ലൈറ്റായിട്ട് ഇങ്ങനെ ഇലയ്ക്ക് എന്തോ ഷേപ്പ് വ്യത്യാസം പോലെ തോന്നി. അപ്പോൾ ഉടനടി നമ്മൾ എന്താ ചെയ്യുക, നീരൂറ്റി കുടിക്കാനൊക്കെ ഇടണം. അപ്പോൾ ഞാനിത് മിനിഞ്ഞാന്ന് 4 ദിവസം മുന്നേ ഞാൻ ഇത് വേപ്പെണ്ണ എമൽഷൻ ഒക്കെ സോപ്പ് ലൈനിൽ മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ എന്ത് പണി ചെയ്ത്, ഞാൻ കാൽസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ വളം ഞാൻ വെക്കാറുണ്ട്. കാരണം ഞാൻ തക്കാളി, വഴുതനങ്ങ, മുളക് ഈ 3 കൃഷിയാണ് പലപ്പോഴും ഞാൻ കൂടുതൽ ചെയ്യാറ്. അപ്പോൾ ഈ കാൽസ്യം നൈട്രേറ്റ് ഞാൻ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു. 5 ഗ്രാം 1 ലിറ്റർ 5 ഗ്രാം ഇട്ടാൽ 5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ അതിരാവിലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ വീണ്ടും വരുന്ന ഇലയാണിത് കണ്ട, നല്ല ക്ലിയർ ആയിട്ടുള്ള ഇലകൾ വരൽ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ കൂമ്പ് ഇങ്ങനെ ചുരുടിക്കുമ്പോൾ എല്ലാതും കീടങ്ങൾ കൊണ്ടല്ല വരുന്നത് എന്നല്ലേ. കാൽസ്യം നമുക്ക് അഡീഷണൽ നമ്മൾ കൊടുത്തേ പറ്റൂ. കാൽസ്യം എപ്പോഴും മുളക് ചെടിക്കും തക്കാളിക്കും വഴുതനങ്ങ 3 ഒരേ വർഗ്ഗ വിളകളായ കാരണം ഇതിന് കാൽസ്യം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ മണ്ണിൽ ഡോളോമേറ്റൊക്കെ ചേർത്തിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന പ്രശ്നമൊന്നും വരില്ല. സ്റ്റാർട്ടിങ്ങിൽ നമുക്കത് ഇങ്ങനെ ഇതാവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാമത് വളരുന്ന ഇലകളൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇലകളായി. അപ്പോൾ നമ്മൾ ഒരു ചെടീനെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടി നട്ടിട്ട് അതിൽ വരുന്ന ചില കീടങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. ഇലപ്പൻ, അതുപോലെ മണ്ടരിക്ക് വരുന്ന വൈറസുകൾ, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ നമ്മൾ വേപ്പെണ്ണ, അസിഡറാക്റ്റിൻ കൂടുതലുള്ള നമ്മൾ വേപ്പെണ്ണ യൂസ് ചെയ്യുക. നീം ഓയിൽ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അത് ഞങ്ങൾക്കിവിടെ തൃശ്ശൂർ അഗ്രോമാർട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അത് കാരണം ഞാനത് ഒരു 3 ml ഒക്കെ എടുത്തിട്ട് 3 ദിവസം കൂടുമ്പോൾ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ നമുക്കൊരുവിധം കീടബാധകൾ വരില്ല. പിന്നെ നമുക്ക് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ന്യൂട്രിയൻസിൻ്റെ കുറവ്, അതായത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് ഈ കുരുടിപ്പ് വരും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് സെപ്പറേറ്റ്, ഇപ്പോൾ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാല KVK ഇറക്കിയ സമ്പൂർണ്ണ പറഞ്ഞിട്ടുള്ള ഒരു മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ കാൽസ്യം ഇല്ല തോന്നുന്നുണ്ട്. ആ കാൽസ്യം നമ്മൾ സെപ്പറേറ്റ് എപ്പോഴും നമ്മൾ കാൽസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ വളം മേടിക്കാൻ കിട്ടും. അത് പോളിയാറായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ രീതിയും കൃഷി രീതിയും ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും. കാരണം നമുക്ക് ഒരുപാട് പൂത്ത് വിളഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. പിന്നെ നമ്മൾ അതായത് നമുക്ക് സമ്മിശ്ര രീതിയിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ജൈവ രീതിയിൽ കൃഷി ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതായത് നമുക്ക് കുറച്ച് രാസവളം, കുറച്ച് ജൈവവളം, അങ്ങനത്തെ രീതിയിലുള്ള കൃഷിയാണ് ഞാൻ പറയുന്നത്. അതായത് മണ്ണ് നമ്മൾ ഇതാക്കാതെ ഇലകളിൽ സ്പ്രേ ചെയ്തിട്ട് കൃഷി ചെയ്യണം. ഫോളിയാർ രീതിയിൽ നൂതന ടെക്നോളജി അല്ല, കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുള്ളതാണ് പത്രപോഷണം എന്ന് പറയും. അതായത് വേരുകളിൽ കൂടെ വലിക്കുന്ന വളത്തിനേക്കാൾ നമുക്ക് 30 ഇരട്ടി സ്പീഡിൽ ഇലകളിൽ കൂടെ വളം വലിക്കുക. അപ്പോൾ ഇലകളിൽ കൂടെ അത്രയും ഫാസ്റ്റായിട്ട് ഫോട്ടോസിന്തസിസ് അതിലൂടെ നമുക്ക് ചെടികൾക്ക് എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ പെട്ടെന്ന് എത്തിപ്പെടാൻ ഫോളിയാർ കൃഷി രീതി ഒരുപാട് ഉപകാരമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക.
നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒരിക്കലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൃഷി രീതികളും ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടാവുക.